നമ്മുടെ 2018 വെള്ളപ്പൊക്കമാണ് കേരളം ഇപ്പോൾ അടുത്ത കാലത്ത് കണ്ട വെള്ളപ്പൊക്കങ്ങളിൽ കൂടുതലായിരുന്നു. പക്ഷേ 2018 പോലും ഈ സ്ഥലത്ത് വെള്ളം കയറിയിരുന്നില്ല, ഇത്രയും മാത്രം വെള്ളം ഉണ്ടായിരുന്നില്ല. ഇപ്പം ഇത്ര ഭീകരമായ ഒരു ഒറ്റ മഴ കൊണ്ട് മാത്രം ഇവിടെ നമ്മുടെ വെള്ളം കൂടിയിരിക്കുകയാണ്. മഴക്കാലത്ത് മുൻകരുതലുകളൊക്കെ എടുത്തിരുന്നു, ഇവിടുത്തെ ഓടകളൊക്കെ നന്നാക്കിയിരുന്നു. പക്ഷേ എങ്കിലും ഇത് അഭൂതപൂർവമായ മഴയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വേനൽ മഴയാണിതെന്നാണ് പറയുന്നത്. വേനൽ മഴ ഇങ്ങനെയാണെങ്കിൽ മൺസൂൺ എന്തായിരിക്കുമെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പം ഇത്രയധികം വീടുകളിൽ വെള്ളം കയറി, ഇതുവരെ കയറാത്ത വീടുകളിലാണ് 2018 വെള്ളപ്പൊക്കത്തിൽ പോലും കയറാതിരുന്ന വീടുകളിലൊക്കെ ഇപ്പോൾ വെള്ളം കയറിയിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഭീകരതയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പഴയ നടക്കാവ് റോഡിൽ വെള്ളം ഇതുവരെ ഇങ്ങനെ കവിഞ്ഞൊഴുകിയിട്ടില്ല. ആദ്യമായിട്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ വാഹനങ്ങൾ പോകുന്നതിന് പോലും തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് ഈ പഴയ നടക്കാവ് റോഡിൽ ഇങ്ങനെ വെള്ളം ഒഴുകുന്നത്. ഈ മഴയുടെ തീവ്രത ഇത് വളരെ ഭീകരമായിട്ട് തന്നെയാണ് നമുക്ക് അനുഭവപ്പെടാവുന്നത്. ഏതായാലും അധികാരികൾ ഇത് പ്രത്യേകമായി ശ്രദ്ധിക്കണം. ഉടൻ തന്നെ നടപടികളുടെ രക്ഷാ ദൗത്യത്തിൽ ഇടപെടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇന്ന് അപ്രതീക്ഷിതമായി ഉണ്ടായ മഴ കളറോഡ് പ്രദേശം മുഴുവൻ തന്നെ, കളറോഡിൻ്റെ കിഴക്കൻ പ്രദേശങ്ങൾ മുഴുവൻ തന്നെ വെള്ളത്തിൻ്റെ അടിയിലാണ്. കളറോഡ് ക്ഷേത്രം മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ ഭയങ്കരമായ വെള്ളക്കെട്ടാണ്. നമ്മുടെ ARD റേഷൻ കട 164 നമ്പർ ബാബുവിൻ്റെ റേഷൻ കട പൂർണ്ണമായും വെള്ളത്തിലായി. ഏകദേശം 10-40 ചാക്കോളവും 3 അട്ടിയോളം വരുന്ന പ്രദേശം മുഴുവൻ വെള്ളത്തിലായി കടന്നിരിക്കുകയാണ്. DSOയുടെ നിർദ്ദേശാനുസരണം ഇപ്പോൾ അടിയന്തരമായി FCIയിലെ ലോഡിംഗ് തൊഴിലാളികൾ വന്ന് ആ സാധനങ്ങൾ ബാബുവിൻ്റെ വീട്ടിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. വളരെ അടിയന്തര പ്രാധാന്യമുള്ള വിഷയമായിട്ട് തന്നെ ഇതിനെ കാണുകയും ബാബുവിനുണ്ടായിട്ടുള്ള നഷ്ടങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഗവൺമെൻറ് ഭാഗത്തുണ്ടാകണമെന്നുകൂടിയാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അപ്രതീക്ഷിതമായി ഉണ്ടായ ഈ ഒരു വെള്ളപ്പൊക്കം എന്ത് കാരണത്തിലാണെന്ന് മനസ്സിലാകുന്നില്ല. കാനയുടെ ശുദ്ധീകരണം പൂർണ്ണമായി നടന്നിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. കാരണം കാനയുടെ മാത്രമാണെന്ന് തോന്നുന്നില്ല, അതിശക്തമായ വെള്ളമൊഴുക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇതിൻ്റെ കാലവർഷത്തിൻ്റെ ഒരു പ്രതീതിയാണോ എന്ന് സംശയമുണ്ട്. കാരണം പ്രദേശങ്ങൾ മുഴുവൻ തന്നെ വെള്ളത്തിലാണ്. കൽറോഡ് വെളുപ്പിനെ ക്ഷേത്രത്തിൽ പോയപ്പോൾ കണ്ട കാഴ്ച, കൽറോഡ് ക്ഷേത്രത്തിൻ്റെ പൂജാക്കട ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ വെള്ളക്കെട്ടിൽ നിൽക്കുന്നത് കണ്ടു. ഇപ്പോഴുണ്ടായി അപ്രതീക്ഷിതമായ വെള്ളക്കോട്ടം അതിശയിപ്പിക്കുന്ന സംഭവം തന്നെയാണ്. ARD റേഷൻ കട 164 അത് ഇക്ബാലിൻ്റെ ലൈസൻസിലുള്ളതാണ്. ബാബുവാണ് നടത്തുന്നത്. ബാബുവിൻ്റെ ഏകദേശം 40ഓളം ചാക്കുകളാണ് വെള്ളത്തിലായിരിക്കുന്നത്. TSOയുടെ നിർദ്ദേശാനുസരണം ബാബുവിൻ്റെ വീട്ടിലേക്ക് റേഷൻ സാധനങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. രാത്രി 1 മണി മുതൽ നിറച്ച് വെള്ളമായിരുന്നു. ഇതിപ്പോഴും വെള്ളമാണ് മൊത്തം. 2 പിള്ളേരും പട്ടിയും ഭർത്താവും. ഒന്നത് ഭർത്താവിന് വയ്യാത്ത ആറ്റിനൊക്കെ
ആറ്റിലൊക്കെ വിഷയമുള്ള ആളാണ്. ആ പുള്ളി ഇറങ്ങി അവിടെ എല്ലാം ബ്ലോക്ക് ചെയ്യുക. അതാണ് സ്ഥലം SWC ജംഗ്ഷൻ, കളറുകോട് SWC ജംഗ്ഷൻ. ഇവിടെ അങ്ങനെ വെള്ളം വരുന്നതിന്റെ പ്രശ്നമില്ല, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. 2018 പോലും ഞങ്ങൾക്ക് ഇങ്ങനെ വെള്ളം വന്നിട്ടില്ല. ആദ്യമായിട്ട് ഞങ്ങൾക്ക് ഇത്രയും വെള്ളം കയറി ഇവിടെ. നേരെ ആയിക്കോ, നേരെ ആയിക്കോ. പോട്ടെ, പോട്ടെ. ആയിക്കോട്ടെ, ആയിക്കോട്ടെ. ആ, അതേക്ക് കറക്റ്റ്.